അപ്പോൾ ഇന്ന് ഞാൻ UAE മഹാനഗരമായ അബുദാബിയിലാണ്. സോ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ UAE ഫസ്റ്റ് കെട്ടിയെടുത്തപ്പോൾ പോയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതല്ല, ഇഫ് യു നോ ഞാൻ ലൂവ്രെ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. സോ ലൂവ്രെ എന്താന്ന് അറിയുണ്ടാവും. അറിയാത്തവർക്കായി, ലൂവ്രെ ഇസ് എ മ്യൂസിയം വിച്ച് ഇസ് എ ഫ്രാഞ്ചൈസി ഓഫ് പാരീസിലെ ഈ ലൂവ്രെ മ്യൂസിയത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് പോലുള്ള സംഭവമാണ് അബുദാബിയിൽ ഉള്ളത്. ജസ്റ്റ് ഫോർ ദ നെയിം, ആ ഒരു പേര് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബില്യൺസ് ആണ് അബുദാബി ഗവൺമെൻറ് പേ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല ആർട്ട് കളക്ഷൻസ് ഒക്കെ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. ആൻഡ് ദ മ്യൂസിയം ഇറ്റ്സെൽഫ് ഈസ് എ വർക്ക് ഓഫ് ആർട്ട്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മ്യൂസിയമാണ്. എൻ്റെ പണ്ട് കാലത്തെ വ്ളോഗുകൾ കണ്ടാൽ അറിയാം ലൂവ്രെ എങ്ങനെയാണ് ഉള്ളത്. ഭയങ്കര കിടിലം പോലത്തെ ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പറഞ്ഞു പോകുന്നത് ലൂവ്രെ. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ക്ലയൻറ്റിനെ വീണ്ടും കാണേണ്ടി വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മൂപ്പര് അവിടെ ഇറക്കി. അപ്പോൾ ഞാൻ വീണ്ടും പോകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എന്താല്ലേ, ബിറ്റ്വീൻ വേറെ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവർ എസ്കേപ്പായി ഗൈസ്. ദിൽഷാദ്, യാസ്മിൻ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്കേപ്പായ വിവരം ലോകമറിയാൻ പോകുന്നു. ലോകമല്ല, 432 പേരെങ്ങാനും ഈ ചാനലിലുണ്ട്. അതിൽ കൂടി പോയൊരു 5-6 പേര് കാണും. പകുതിയും കാണുന്നത് സെയിനും ആയിരിക്കും. അപ്പോൾ ആരറിഞ്ഞില്ലെങ്കിലും സെയിനും അറിയും. സോ നമ്മൾ ലൂവ്രെയിലെത്തി. ഇവിടുത്തെ പാർക്കിങ്ങിലാണുള്ളത്. ആദ്യം നമുക്ക് വണ്ടിയെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്താം. അതിനുശേഷം നമുക്ക് മ്യൂസിയത്തിലേക്ക് നടന്ന് നീങ്ങാം. ഒരു കറക്കം കൂടെ കറങ്ങേണ്ടി വരും. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടൊരു, എനിക്ക് തോന്നുന്നു, 1 കൊല്ലമായി. ശേഷം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഇപ്പം ഇവിടെ ഓഫറുണ്ട് റെസിഡൻസിന്. സമ്മർ ഓഫറുണ്ട്. യൂഷ്വൽ ടിക്കറ്റിനേക്കാളും ഇപ്പോൾ 45 ഉള്ളൂ, 45 പോയിൻറ്റ് സംതിങ്. യൂഷ്വലി ഇത് 60 65 70 എങ്ങാനുമാണ്. അപ്പോൾ എല്ലാവരും വരിക, കാണുക. ഇൻസ്റ്റെഡ് ഓഫ് അനന്തം അജ്ഞാതം, get yourself some വിനോദം ആൻഡ് വിജ്ഞാനം. പക്ഷേ പാർക്കിംഗ് മാത്രമാണ് എനിക്കിവിടെ കിട്ടാത്തത് ഗൈസ്. പാർക്കിംഗ് കിട്ടി ഗോയ്സ്, പാർക്കിംഗ് കിട്ടി. ഗൈസ്, ഒരു ഫീൽഡ് ട്രിപ്പിന് വന്ന കുട്ടിയെ പോലെ ഞാൻ നടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബ്ലഡി ഹോട്ട്. ചൂട് ഇങ്ങനെ കനത്ത് നിൽക്കുക. സൂര്യൻ അവിടെ ഉണ്ട്. സോ ഭയങ്കര ചൂടാണ്. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സാറേ ഭയങ്കര ചൂടാണ്. സോ ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള വഴി. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. സോ അപ്പുറത്തെ പറമ്പിലാണ്
എബ്രാമിക് ഫാമിലി ഹൗസസ്, അതായത് പള്ളി, സിനഗോഗ്, ചർച്ച്, അങ്ങനെ ലോകത്തിലെ മേജർ എബ്രാമിക് റിലീജിയൻസിൻ്റെ സംഭവങ്ങൾ. വലിയ ബഹളങ്ങളൊന്നുമില്ല. മ്യൂസിയത്തിലേക്ക് എൻട്രൻസ് ദിസ് വേ. സോറി, ഞാൻ ഫ്രഞ്ച് പഠിച്ചിട്ടില്ല. എന്നാൽ പിന്നെ എനിക്ക് ഫ്രഞ്ച് പഠിച്ചില്ല, ഫ്രഞ്ച് പഠിക്കാതെ പോലെ ഇരുന്നൂടെ അല്ലേ? എന്ത് രസമാണ് നോക്ക്. ഐ ജസ്റ്റ് ലവ് ദിസ് ഫ്രെയിം. സോ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. ഞാൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ടു കളക്ട് മൈ ടിക്കറ്റ് ഫ്രം ദ ഡെസ്ക്. മൊണാലിസയുടെ ഒരു വലിയ മ്യൂറൽ ഉണ്ട്, നോട്ട് ഒറിജിനൽ വൺ. മ്യൂറലാണിത്. പിന്നെ ഏതോ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുന്ന മരണശയ്യലോ, കുഴപ്പമില്ല, ജനിച്ചാൽ എന്തായാലും മരിക്കണം. സോ ഇവിടെ നിന്നും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത്. ഇതൊക്കെ പണ്ട് ശിലായുഗ കാലത്ത് എന്തോ സാധനമാണ്. ഇവിടെ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ട്. ഇല്ലേ, പണ്ടത്തെ കോയിൻസ്, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, അതിനെ പറ്റിയൊക്കെ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ വിളിച്ചേ. ഈ ക്ലിക്ക് ഇറ്റ് ഹിയർ. ഇവിടെ കാണാം അതിൻ്റെ ഒറിജിൻ എന്താണ്, മെറ്റീരിയൽ എന്താണ്, ഡേറ്റ്സ് എന്താണ്, സിംബൽസ് എന്താണ്, അതിൻ്റെ സ്റ്റോറീസിനെ പറ്റി വി കൻ നോ. അപ്പോൾ ഇത് കോയിൻ ഓഫ് എംപറർ സെവറസ് അലക്സാണ്ടർ ആൻഡ് ഹിസ് മദർ. പിന്നെ സർക്കുലർ കോയിൻ. അങ്ങനെ പിന്നെ അറബിക്കിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്. പിന്നെ മെറ്റീരിയൽസ്, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. ഗോൾഡ് മാത്രം ക്ലിക്ക് ചെയ്താൽ ഗോൾഡ് കോയിൻസ് മാത്രം കാണിക്കും. ബ്രോൺസ് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ബ്രോൺസ് ഏതൊക്കെയാണ്, ഇലക്ട്രോൺ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ ആണ്. സിൽവർ കോയിൻസ്. എന്തൊരു ഇൻട്രാക്റ്റീവ് ആണ് നോക്ക്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ ഈ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ഇതിന് ചുറ്റും വെള്ളമാണ്. കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറ്റി ഒരു ഉണ്ടാക്കിയിട്ട് ആണ് ഈ മ്യൂസിയം നടുവിൽ ഒരു ഐലൻഡ് പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടിയിലാണ് തിരുവാഭരണം ഉള്ളത്. ഈ തിരുവാഭരണം പുഴക്കട നിർത്താതെ ഉത്സവം നടക്കില്ല. അതെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. പക്ഷേ അപ്പം തമ്പുരാൻ തേർഡ് റേറ്റ് ചെറ്റ ഒരു ശബ്ദം ചെയ്തിരുന്നു, പ്രളയം സർവ്വം നശിച്ചാലും ഉത്സവം നടത്തില്ല, പക്ഷെ ജഗന്നാഥ നടത്തും. നടക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റും കടലാണ്. കടൽ ഇൻ ദ സെൻസ് ലഗൂൺ പോലെ. ആർക്കിടെക്ചർ ഇസ് സോ ഗുഡ്. ഞാൻ ഒരൊറ്റ ഇലയിലാണ് ഇയാൾ നാണം മൊത്തം വെക്കുന്നത്. ഇലയാനും പോയി തീർന്നു.
പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുട്ടി അല്ലമ്മാക്കി കരയുന്നുണ്ട്. മിക്കവാറും ഇവിടുന്ന് ഏതെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു പറയും. സംഭവം കുറേ ബിരിയാണി ചെമ്പ് കൊണ്ടേ വെച്ചതാട്ടോ. ബിരിയാണി ചെമ്പിന് വരെ ഇത്ര വാല്യൂ. സൂപ്പർ. ഇങ്ങനെയാണ് പരിപാടി. സൂര്യൻ മറ്റെന്തൊരു ഒരു പാട്ടില്ലേ, രാഗേന്ദു കിരണങ്ങൾ, അല്ല രാഗേന്ദു അല്ലേ, എന്തോ ഒരു കിരണം. പിന്നെ ഈ കൽപ്പടവുകളിൽ ഇരിക്കാം. പുറംകാർ你要下来的才能比赛，然后那个自己都是多岗的啥下来。那你电脑上你搜一个那个音频转换器，或者摘一下，或者音频在线转。你电脑上下一个，电脑上搜一个。റൈറ്റ്. അപ്പോൾ നമ്മൾ ആ മ്യൂസിയം വിസിറ്റ് കഴിഞ്ഞു. നമ്മളിനി ദുബായ് ലക്ഷ്യം വെച്ച് നീങ്ങാൻ പോവുകയാണ്. ഓക്കെ. ഞാൻ അനുപേട്ടനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് എന്തായാലും പോകുന്ന വഴിക്ക് അനുപേട്ടനുണ്ട്. അപ്പോൾ അനുപേട്ടനെ കൂടെ കണ്ട് സലാം പറഞ്ഞിട്ട് പോവാം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ചേട്ടൻ പോട്ടെ, ചേട്ടൻ പോട്ടെ, ചേട്ടൻ പോട്ടെ, പോട്ടെ എന്താ ചേട്ടക്ക്. ഓക്കെ. സോ നമ്മൾ പോകുന്നു അനുപേട്ടനെ കാണാൻ. അതിനുശേഷം നമ്മൾ ദുബായിലേക്ക് പോകുന്നു. ഓക്കെ ഓക്കെ. വീട്ട് അഴകേ, അയ്യങ്കാർ വീട്ട് അഴകേ, അയ്യങ്കാർ വീട്ട്